മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പരിപാടി നിങ്ങളെല്ലാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയും, ഇനി മുതൽ നിങ്ങൾക്ക് ആ പരിപാടി കാണാൻ സാധിക്കില്ല. കാരണം ആ പരിപാടി നിർത്താൻ വേണ്ടി പോവുകയാണ്. ഒന്ന് ഞെട്ടിയോ? എന്നാൽ നിങ്ങൾ കേട്ടോ, ആ പരിപാടി ചിലപ്പം നിർക്കാതെയും പോവാം, നിർത്തിയിട്ടും പോവാം. 2 പേര് ആ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടതാണ്, ചാനൽ ഇത്ര അതമ്പതിച്ചോ, ചാനൽ മിക്കവാറും പൂട്ടിപ്പോവും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പോൾ പോയ 2 ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ മനുഷ്യരല്ലേ, അവർ പങ്കെടുത്തത് ഒരു ഓഡീഷനാണ്. ഓഡീഷന് ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഇന്ന ആൾക്കാരെ വരാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാർ വരാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ ആ ഓഡീഷനിൽ പെർഫോം ചെയ്യുന്നതിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുക്കൽ അത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്, ഇഷ്ടമാണ്. നല്ലത് കണ്ടാലേ ആൾക്കാർ സ്വീകരിക്കുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരെ അതിലേക്ക് എടുക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഈ 2 ആളുകൾക്ക് ഒരു ആഗ്രഹം തോന്നി, എന്നാൽ പിന്നെ പോയിട്ട് നമുക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം, എന്നിട്ട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി നമുക്ക് അങ്ങോട്ട് കയ്യിലെടുക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ 2 പേര് ആ പരിപാടിൻ്റെ ഓഡീഷന് പോയിട്ടുണ്ട്. ആ 2 പേരുടെ വീഡിയോയും സംഭവങ്ങളും മിമിക്രി, മോണോ ആക്ട് എല്ലാം നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. കണ്ടോ. ഇതാരൊക്കെ ഇത്? Rest in peace. ഓക്കെ, ഈ ഒരു പുള്ളിക്കാരനെ, ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സോഷ്യൽ മീഡിയ തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാ സാധനത്തിലും ഈ അലൻ ജോസ് പെരേര എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നെങ്കിൽ അതേ മൂവിന്റെ റിവ്യൂ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടിയിട്ടോ, ഡാൻസ് കളിച്ചിട്ടോ ഒക്കെ. പുള്ളിക്കാരൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയാളെ പല രീതിയിൽ ആൾക്കാരെ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ കമൻറ്റ് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അയാളുടെ ആ ഒരു ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് എന്തൊക്കെ കമൻറ്റാണ് അയാൾ പറയാറുള്ളതെന്ന്. പുള്ളിക്കാരൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ എവിടെയോ ഒരു അരപ്പിരി, മുക്കാപ്പിരി, ഫുൾ പിരി ലൂസ് നമുക്ക് തോന്നുമെങ്കിലും പുള്ളിക്കാരൻ അങ്ങനത്തെ പിരീൻ്റെ നെറ്റ് ബോൾട്ട് തകരാറ് ലൂസ് കുറവുകളൊന്നുമില്ല. ആള് ഓക്കെയാണ്. എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ ഫേമസ് ആവാനാണോ എങ്ങനെയാണെന്നറിയില്ല, അതിനുവേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. നമുക്ക് അവരുടെ ഒരു 2 മിനിറ്റ് നേരത്തെ ആ ഒരു കോമഡി സ്കിറ്റിലേക്കൊന്ന് പോവാം. അപ്പം രണ്ടുപേരും എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ചെറുതായിട്ട് ഞങ്ങൾ ഒരു ചെറിയ സ്കിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം. താൻ ഈയിടെ സോഷ്യൽ മീഡിയ കിടന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ റിവ്യൂ പറയുമ്പോൾ ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞ റിവ്യൂ കണ്ടു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ആ പഞ്ചായത്ത് ചെട്ടിയിലെ റിവ്യൂ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പൊ താൻ പറഞ്ഞിരിക്കുന്നത് ഡാൻസ് കളിക്കില്ല റിവ്യൂ പറയുമ്പോ എന്നുള്ളൊരു എല്ലാവരും പറഞ്ഞൊരു കാര്യം. അപ്പൊ ഒന്ന് കാട്ടെ. പഞ്ചായത്ത് ചെട്ടി, ഗംഭീരമായ ചെട്ടി, ആറാടുന്ന ചെട്ടി, എന്തോ കുഴപ്പമുണ്ടല്ലോ. സഹോദര, ഞാനൊരു കാര്യം പറയാം. താനേ കഴിഞ്ഞിട്ട് കുറച്ചേരായി. 2 മിനിറ്റ് എത്ര പെട്ടെന്ന് കഴിഞ്ഞു ഗൈസ്? എവിടെയാ അതിൽ ചിരിക്കാനുണ്ടായിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടവർക്ക് ചിരി വന്നോ? എനിക്ക് ചിരിയൊന്നും വന്നില്ല. നമുക്ക് വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ചിരിച്ചു കൊടുക്കാല്ലേ. എൻ്റെ അമ്മോ, മഞ്ജുപിള്ളയ്ക്കും കാർത്തിക് സൂര്യയ്ക്കും അവിടെ അടുത്തെന്തെങ്കിലും ഉണ്ട് എടുത്ത് എറിഞ്ഞ് വീഴ്ത്തായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവരുടെ മുഖം കണ്ടില്ലേ, ഒരു ഇഞ്ചി കടിച്ച അണ്ണാന്റെ മുഖഭാവങ്ങളൊക്കെയാണ് 2 ആൾക്കുള്ളത്. 2 മിനിറ്റ് ശരിക്കും കഴിഞ്ഞായിരുന്നു. ഞാൻ സമയമൊന്നും നോക്കിയില്ല. എനിക്ക് തോന്നുന്നു മഞ്ജുപിള്ള വെറുപ്പിക്കൽ കാരണം മതി കഴിഞ്ഞു എന്ന് പറഞ്ഞതായിരിക്കും മിക്കവാറും. 2 മിനിറ്റ് ആയോ? എന്തെങ്കിലും നമുക്ക് ബാക്കി കാണാം. ഡാൻസ് ചെയ്യാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡാൻസ് ചെയ്യാതെ ഒരു റിവ്യൂ പുള്ളി ഡാൻസ് കളിക്കില്ലാണ്ടാണ് റിവ്യൂ പറയുന്നത്. പക്ഷെ കളിച്ചോണ്ടിരിക്കുമ്പോ ഡാൻസ് അറിയാണ്ട് വരും. ഒരു പ്രത്യേക ജീവിതം അല്ലേ? എന്തോ അപ്പൊ ഞാൻ ഓക്കെ ഗൈസ്, അപ്പൊ മിമിക്രിയാണ്. എനിക്ക് തോന്നുന്നു ഇവൻ ജയറാമിനൊക്കെ ഒരു വെല്ലുവിളിയാവും മിക്കവാറും. നോക്കാം. സൗണ്ട് നമ്മുടെ ശബ്ദം ചെയ്യുന്നത് ഇപ്പൊ ഞാനാണോ അത് പെരേരയാണോ ഓഡിയൻസ് പറഞ്ഞത് നല്ലതായിരിക്കും. ഓഡിയൻസ് ബെറ്റർ എന്നുള്ളത് എങ്ങനെയുണ്ടോ? അയ്യന്റെ മോനെ, എന്റെ മനസ്സ് പറയുന്നു പാട്ടുപാടി ഞാൻ മറക്കും, അടിപൊളി അടിപൊളി പടപാടി പട്ടണബോധം ഞാൻ. ഒരു പ്രത്യേക തരം. അയ്യോ ഗൈസ്, ഇതിനെന്താണ് പറയാ? ആ പാട്ടിലെ വരികൾ തന്നെ എനിക്ക് പറയാനുള്ളൂ. മീനാമേ ഈ പാനപാത്രം
തിരിച്ചെടുക്കേണമേ. എൻ്റെ പൊന്ന് അലൻ ജോസ് പെരേര, ഇതിൻ്റെ മുമ്പ് നിങ്ങളുടെ ഒരു ഡയലോഗ് നാം ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു വേളയിൽ. അച്ഛനും അമ്മയും പണിയെടുക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് തിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ ആ ഒരു വഴി നോക്കിയാൽ പോരെ. ഈ സോഷ്യൽ മീഡിയയും ഇതും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, സത്യം അതാണ്. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, മിമിക്രി ചെയ്യാൻ അറിയില്ല, ആക്ടിങ് ഒട്ടും അറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫീൽഡൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലും വല്ല ജോലിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിച്ചൂടെ? അതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി പെട്ടെന്ന് വരുമാനവും കിട്ടും, ഇങ്ങനെ നാണക്കേടും ഉണ്ടാവില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇനി ഇത് കാണുന്ന ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ആളൊരു രസികൻ തന്നെ. ഇപ്പം അടുത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരൊക്കെയോ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു എന്നൊക്കെ കേട്ടു. ഇനിയും അക്കൗണ്ട് തുടങ്ങി റിപ്പോർട്ടടി മേടിക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ വക പരിപാടികളൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത്, അതല്ലേ? എന്തായാലും ഓഡിഷന് പങ്കെടുക്കാൻ പാടില്ല, മനോരമ അതമ്പതിച്ചു എന്നുള്ള ചില ആളുകളുടെ കമന്റ് ഞാൻ എതിർക്കുന്നു. ഓഡിഷൻ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. തിരഞ്ഞെടുക്കുന്നതും തിരഞ്ഞെടുക്കാത്തതും മഴവിൽ മനോരമേന്റെ ചോയ്സ് ആണ്. അവരവരുടെ ഒരു ആഗ്രഹത്തിന്, നമുക്കുണ്ടാവില്ലേ പാട്ട് പാടാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് പാട്ട് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹം വെച്ച് പോയതായി കണക്കാക്കിയാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.